കുറച്ച് കാലങ്ങളായി മമ്മൂക്കയെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള വാർത്തകളൊന്നും വരുന്നില്ല. പലർക്കും ഇപ്പോഴുള്ള ഒരു സംശയമാണ് മമ്മൂട്ടി എവിടെയാണെന്നും അതുപോലെ അദ്ദേഹം സുഖമായിരിക്കുന്നോ എന്നും. മമ്മൂക്കയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സത്യവും പുതിയ സിനിമകളും അതുപോലെ ബിലാലിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ മമ്മൂട്ടിക്ക് ഇക്കൊല്ലമെങ്കിലും ഒരു 100 കോടി സിനിമ ഉണ്ടാകുമോ എന്നും ഞാൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് മമ്മൂക്ക എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. കുറച്ച് കാലങ്ങളായി മമ്മൂക്ക അധികം ആക്റ്റീവ് അല്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പൊതുപരിപാടികളും സോഷ്യൽ മീഡിയയിലും ഒന്നും കാര്യമായി അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും സോഷ്യൽ മീഡിയ കത്തിക്കാനായി എന്തെങ്കിലും അപ്ഡേറ്റുകൾ മമ്മൂക്ക നൽകാറുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ അത്രയധികം ആക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് കാരണമായത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള വ്യാജ വാർത്തകളാണ്. ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ മമ്മൂട്ടി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് മമ്മൂട്ടി ലേറ്റസ്റ്റ് ന്യൂസ് എന്നാണ്. അതായത് മമ്മൂട്ടിയെ കുറിച്ചുള്ള പുതിയ വാർത്തകളാണ് ഒരുവിധം എല്ലാവരും തപ്പുന്നത്. ഇവർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം മമ്മൂക്ക സുഖമായിരിക്കുന്നു എന്നാണ്. മമ്മൂക്ക സുഖമാണോ? സുഖം തന്നെ. അടുത്തിടെ മമ്മൂക്കയ്ക്ക് വലിയ അസുഖങ്ങളാണെന്നൊക്കെ കുറെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു. ഈ വ്യാജ വാർത്തകളാണ് ഇതിനൊക്കെ പ്രധാന കാരണം. പക്ഷേ അതൊന്നും ശരിയല്ലെന്ന് അദ്ദേഹത്തോട് അടുത്ത ആളുകളും സിനിമാ രംഗത്തുള്ളവരും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായ ബാദുഷയും മോഹൻലാലും ഒക്കെ ഇത് പുറത്ത് പറഞ്ഞിട്ടുമുണ്ട്. നല്ല ആരോഗ്യവാനായിട്ട് തന്നെയാണ് മമ്മൂക്ക ഇരിക്കുന്നത്. ലാലേട്ടൻ ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതായത് മമ്മൂക്ക സുഖമായിരിക്കുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതായത് ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് എമ്പുരാൻ്റെ എന്തോ ഒരു പരിപാടിക്കിടയിലാണ് അങ്ങനെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പേടിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. റംദാൻ സമയത്ത് അദ്ദേഹം കുറച്ച് ദിവസം വിശ്രമം എടുത്തതിനെയാണ് ആളുകൾ തെറ്റിദ്ധരിച്ചത്. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യത്തോടെ പൊതുപരിപാടികളിലും പുതിയ സിനിമകളിലുമൊക്കെ സജീവമാണ്. മണിയമ്പിള്ള രാജുവിന് ക്യാൻസർ വന്നപ്പോൾ മമ്മൂക്ക നൽകിയ പിന്തുണയെക്കുറിച്ചുള്ള മണിയമ്പിള്ള രാജുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മമ്മൂക്ക എത്ര നല്ല മനസ്സുള്ള ആളാണെന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാം. അതുപോലെ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ 100 കുട്ടികൾക്ക് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ നൽകുന്ന വാത്സല്യം എന്ന പദ്ധതി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് അദ്ദേഹം ആരോഗ്യപരമായും സാമൂഹ്യപരമായും സജീവമാണെന്ന് വ്യക്തമാക്കുന്നു. മമ്മൂക്കയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ വ്യാജമാണ്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി പൊതുരംഗത്തും സിനിമാ രംഗത്തും സജീവമാണ്. ഇനി ചിലർക്കൊരു സംശയമുണ്ടാകും, നമ്മുടെ മമ്മൂക്കയെ പോലെ വലിയൊരു നടനെ ഔദ്യോഗികമായ ഒരു 100 കോടി ക്ലബ്ബ് സിനിമയില്ലല്ലോ എന്ന്. ഇന്നലെ വന്ന കൊച്ചു പയ്യന്മാരടക്കം 100 കോടി നേടി എന്നുള്ള കാര്യങ്ങൾ പരിഗണിച്ചാൽ പോലും 100 കോടി ക്ലബിൽ ഒന്നും ഒരു കാര്യവുമില്ല. പ്രേക്ഷകരുടെ മനസ്സിലാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ ഉണ്ടാവേണ്ടത്. ഒരു സിനിമയുടെ വിജയം വെറും 100 കോടി ക്ലബിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മമ്മൂക്കയുടെ മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ട്. നിർമ്മാക്കൾക്ക് നല്ല ലാഭവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയവും ഓരോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയുമെല്ലാം എന്നും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. 100 കോടി ക്ലബ്ബ് എന്നത് ഒരു കണക്കെടുപ്പ് മാത്രമാണ്. ഒരു നടന്റെ കഴിവിനെയോ പ്രതിഭയെയോ അളക്കുന്ന ഒന്നല്ല. എന്നാലും അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും ഒരു 100 കോടി ചിത്രം മമ്മൂക്കയുടെ പേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ഉടൻ സംഭവിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂക്കയുടെ പുതിയ സിനിമകളെ കുറിച്ച് പറയാനാണെങ്കിൽ അടുത്ത കാലത്തും ചില ഗംഭീര പ്രോജക്റ്റുകൾ മമ്മൂക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ് പ്രധാനമായും ചർച്ചയിലുള്ളത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന. വിനായകനും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. ഈ വരുന്ന ഓണം റിലീസായ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ ഒരു സിനിമ മലയാളത്തിൽ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വില്ലനായ നായകനെ ആയിരിക്കും കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു സിനിമ പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ 100 കോടിയും കടന്ന് 200 കോടിയും കടന്ന് 300 കോടിയും കടന്ന് 500 കോടിയൊക്കെ നേടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഫാലിമി എന്ന സിനിമയുടെ സംവിധായകൻ
നിതീഷ് സഹദേവും ഒത്തുള്ള ഒരു പ്രൊജക്റ്റും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരികയും ചെയ്യും. ഇതുകൂടാതെ മറ്റു പല സംവിധായകരുമായും മമ്മൂക്ക സംസാരിക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ സിനിമകൾ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വെറും സംസാരം മാത്രമാണ്. ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക അപ്ഡേറ്റ് ഒന്നുമില്ല. മലയാള സിനിമയിലെ ഈ രണ്ട് വലിയ നടന്മാർ ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്നത് എന്നും ആരാധകരുടെ വലിയൊരു ആഗ്രഹമാണ്. മഹേഷ് നാരായണൻ പോലെ ഒരു മികച്ച സംവിധായകന്റെ കീഴിൽ അവർ ഒന്നിച്ചാൽ അത് തീർച്ചയായും മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായിരിക്കും. എന്നാൽ അത്തരമൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ വരുന്നതുവരെ ഇത് വെറും പ്രതീക്ഷകൾ മാത്രമായിരിക്കും. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബിലാൽ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് വലിയൊരു ഹൈപ്പുണ്ട്. പക്ഷേ കോവിഡും മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ചിത്രീകരണം വൈകുകയായിരുന്നു. നമുക്കറിയാം, കോവിഡിൻ്റെ ഏതാണ്ടൊക്കെ ആ സമയത്താണ് ബിലാലിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വന്നിരുന്നത്. നിലവിൽ ബിലാലിനെ കുറിച്ച് ഔദ്യോഗികമായ പുതിയ അപ്ഡേറ്റുകളൊന്നും ലഭ്യമല്ല. അമൽ നീരദ് ഇപ്പോൾ മറ്റ് ചില പ്രോജക്റ്റുകളിൽ ശ്രദ്ധിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ബിലാൽ പൂർത്തിയാകാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് നമുക്ക് തോന്നുന്നത്. എന്നാലും ചിത്രത്തിൻ്റെ അണിയർ പ്രവർത്തകർ എപ്പോഴാണ് പൂർണ്ണമായി തയ്യാറാകുന്നത് അപ്പോൾ ചിത്രീകരണം ആരംഭിക്കും. മമ്മൂക്കയുടെ ആരാധകർ വലിയ ആവേശം നൽകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ബിലാൽ. അത് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും മമ്മൂക്കയുടെ 1000 കോടി ചിത്രം വരെ ആകാൻ സാധ്യതയുണ്ട്. അത്രയധികം പ്രതീക്ഷ ആ സിനിമയ്ക്കുണ്ട്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എത്രമാത്രം ഹൈപ്പ് ഉണ്ടായിരുന്നോ ഒരുപക്ഷെ അതിൽ കൂടുതലോ അല്ലെങ്കിൽ അത്രയും തന്നെ ഹൈപ്പ് ഈ സിനിമയ്ക്കും ഉണ്ടാകും. അതുകൊണ്ട് എമ്പുരാൻ ഏകദേശം ഒരു 350 കോടിയോളം നേടിയതുപോലെ ഈ സിനിമയും ബിലാലും കേരളത്തിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഒരു 350 കോടിയോളം നേടാം. 350 അല്ല, ചിലപ്പോൾ 350 കടന്ന് 500 കടന്ന് 1000 ഒക്കെ എത്താൻ സാധ്യതയുണ്ട്. അത്രയും പ്രതിഭയുള്ള നടനാണ് മമ്മൂക്ക എന്ന് നമുക്കറിയാം.